2025 SSLC +2 ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരമാണ് ഇന്ന് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പേരാവൂർ യൂണിറ്റ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മളെല്ലാ വർഷവും ഈ ഒരു ഉപഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വളരെയേറെ മാന്യത്തിലാണ് വ്യാപാരമേള നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലും ഇത്തരം സംരംഭങ്ങളിൽ പങ്കാളിത്തവും മറ്റുള്ള തരത്തിലുള്ള ഇടപെടലുകളും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ആദ്യമായി തന്നെ എൻ്റെ സ്വാഗതമാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ദൗത്യം. നമ്മുടെ ആദരണീയായ കണ്ണൂർ ജില്ലയുടെ പ്രസിഡന്റ് വിജയേട്ടനെ ഈ ഇന്നത്തെ അനുമോദന സദസ്സിലേക്ക് ആദ്യമായി നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എത്ര പ്രായഭേദമന്യേ ഏത് സമയത്ത് വിളിച്ചിരുന്നാലും ഇവിടെ ഓടിയെത്തുന്ന നമ്മുടെ ജില്ലയുടെ വൈസ് പ്രസിഡന്റായ സഹദേവേട്ടൻ അവരുകളാണ് ഉപഹാര സമർപ്പണത്തിന് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെയും ഇന്നത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി നമ്മുടെ ബാബുമാഷാണ്. അദ്ദേഹത്തിന് എന്തോ ചെറിയൊരു മരണാന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ട് എത്താൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഇന്നത്തെ ഈ ഉപഹാര സമർപ്പണത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ VPOSന്റെ ജില്ലാ പ്രസിഡന്റായ ബിന്ദുവിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏരിയ സെക്രട്ടറി അനിൽകുമാറിനെയും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഏരിയ പ്രസിഡന്റ് അഷറഫ് ചെവിടിക്കുന്നിനെയും ഇന്നത്തെ ഈ ഉപഹാര സമർപ്പണത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഏരിയ പ്രസിഡന്റ് ദിനേശ് ബാബുവിനെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. യൂണിറ്റ് പ്രസിഡന്റ് ഷബി നന്ദിത്തിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂണിറ്റ് പ്രസിഡന്റ് മുരളിയേട്ടനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രാരംഭ കാലം മുതൽ തന്നെ ഈ സംഘടന പുറത്തുവിടാൻ വേണ്ടി പലവിധ സാഹസങ്ങൾ സഹിച്ച പവിയേട്ടൻ, അവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കണ്ണൂർ ജില്ലയുടെ LDS ടീച്ചേഴ്സിന്റെ പരീക്ഷയിൽ 5ാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ സ്വീകരിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വീകരിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. വനിതാവിന്റെ പ്രവർത്തകർ, അതുപോലെ അനുവാദം ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന നമ്മുടെ കൊച്ചുമിടുക്കന്മാർ, അവരെയും ഹാർദമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വ്യാപാരി വ്യവസായ സമിതിയുടെ എല്ലാ മെമ്പർമാരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമുക്ക് ഈ സ്റ്റേജ് ഒരുക്കി തരുന്ന റോബിൻ സ്വാമിനെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എല്ലാവരെയും ഓരോരുത്തരെയും വിട്ടു വേണ്ടി അവരെയൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടി അധ്യക്ഷ സ്ഥാനം നിർവഹിക്കാൻ വേണ്ടി ആദരണീയായ നമ്മുടെ യൂണിറ്റ്
പ്രസിഡന്റ് ഷബി നന്ദത്തിനെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. നമ്മുടെ 2025 വർഷത്തെ നമ്മുടെ കുട്ടികളെ അനുമോദന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് വിജയാടൻ, അതുപോലെ നമ്മുടെ സംഘടനയുടെ നട്ടലായി അന്നത്തെ സംഘടന രൂപീകരിക്കുന്നവർക്ക് ഇന്ന് വരെ ആ ഒരു ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ KK സഹദേവേട്ടൻ, അതുപോലെ നമ്മുടെ വനിതാ വിങ് സെക്രട്ടറി റീജ, അതുപോലെ നമ്മുടെ ഏരിയ പ്രസിഡന്റ് അഷറഫ്, അനിയേട്ടൻ, ബിന്ദു, മുരളിയേട്ടൻ, മറ്റു വ്യാപാരി സമിതിയുടെ മെമ്പർമാരെ, സമിതിയുടെ അന്നിവിടെ എത്തിച്ചേരുന്ന ഈ അനുമോദനം ഏറ്റുവാങ്ങാൻ എത്തിച്ചേരുന്ന സമിതിയുടെ മക്കളെ എല്ലാവരും എൻ്റെ നമസ്കാരം. വളരെ സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണിത്. കാരണം നമ്മൾ എല്ലാ വർഷവും ഈ അനുമോദന ചടങ്ങ് ഇവിടെ വെച്ച് നടത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പേരാവൂർ ടൗണിന്റെ 25 വർഷം പൂർത്തിയാക്കിയ നമ്മുടെ നാസറിന്റെ എത്തേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ അസുഖം കാരണം നാസറിലൂടെ എത്താൻ പറ്റില്ല. നാസറിന്റെ മംഗളത്തിൽ എത്തിയിട്ടുണ്ട്. എന്നാലും ഈ ചടങ്ങിലേക്ക് നാസറിന്റെ ഒരു കുറവ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നാസറിന്റെ അതുപോലെ തന്നെ നമ്മുടെ കേരള ടീച്ചേഴ്സ് SSLC പരീക്ഷ PSC പരീക്ഷയിൽ 5ാം റാങ്ക് കരസ്ഥമാക്കിയ നമ്മുടെ ശ്രീഹരി ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീഹരിയെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ജില്ലാ പ്രസിഡന്റാണ്. ജില്ലാ പ്രസിഡന്റായി ഈ ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട പരിപാടിയുടെ അധ്യക്ഷൻ ഷബി, അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ സമിതിയുടെ ഇന്നും ജില്ലയുടെ നേതൃത്വമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ KK സഹദേവേട്ടൻ ഉൾപ്പെടെയുള്ള വ്യാപാരി വ്യവസായ സമിതിയുടെ നേതാക്കന്മാർ, വനിതാ നേതാക്കന്മാർ, ആദ്യകാല നേതാക്കന്മാരായിട്ട് പങ്കെടുത്ത ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട വ്യാപാരി വ്യവസായ സമിതിയുടെ അംഗങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ പേരാവൂർ യൂണിറ്റ് കുട്ടികളുടെ അനുമോദിക്കുന്ന ചടങ്ങുകൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ എല്ലാ വർഷവും അവരെ നമ്മൾ അംഗീകരിച്ചു പോകുന്ന ഒരു അനുമോദന ചടങ്ങ് നമ്മളിവിടെ സംഘടിപ്പിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും വ്യാപാരി വ്യവസായ സമിതി അടുത്ത കാലത്തായിട്ട് വലിയ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വ്യാപാര രംഗം പൊതുവെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതൊക്കെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രതിസന്ധി എന്താ? വ്യാപാര മേഖലയിലുള്ള ആളുകൾക്ക്, ചെറുകിട വ്യാപാര മേഖലയിലുള്ള വ്യാപാരികൾക്കുള്ള കച്ചവട കുറവാണ് ഇവിടെ നമ്മുടെ പ്രതിസന്ധിയായിട്ട് കൊണ്ടുവരുന്നത്. എന്നാൽ ഉപഭോക്താക്കൾ സാധനം വാങ്ങാതിരിക്കുന്ന ഒരു സമയമല്ല, ഒരു കാലഘട്ടമല്ല. നല്ല നിലയിൽ, നല്ല രീതിയിൽ പുതിയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വലിയ നിലയിൽ വാരിക്കൂട്ടുന്ന ഒരു കാലം, വാങ്ങിക്കൂട്ടുന്ന ഒരു കാലമായിട്ട് നമ്മുടെ കാലം മാറിയിട്ടുണ്ട്. അത് ചെറുകിട വ്യാപാര മേഖലയെ വലിയ നിലയിൽ ബാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ബാധിച്ച ചെറുകിട വ്യാപാര മേഖലയാണ്. ഈ പ്രതിസന്ധിയെല്ലാം ഉണ്ടാകുമ്പോഴും ടൗണുകളിലെല്ലാം വരുന്ന വലിയ വലിയ മാളുകളും വലിയ വലിയ സ്ഥാപനങ്ങളും
ഓൺലൈൻ വ്യാപാരം ഇതിനു മുമ്പേ നടന്നു. അതെല്ലാം നമ്മൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ആ വലിയ വലിയ സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ കയറി ഇറങ്ങുകയാണ്. അത് അവരുടെ കുറ്റമല്ല, വ്യാപാര സ്ഥാപനങ്ങളുടെ കുറ്റമല്ല. യഥാർത്ഥത്തിൽ മാറി മാറി വരുന്ന നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തലമുറ മാറ്റം, ആ തലമുറ മാറ്റത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ്. അത് വലിയ മാറ്റമാണ്. നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം. ഒരു 10-60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അങ്ങനെ അറിയാം. കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഇതുപോലുള്ള സദസ്സ് നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി മുൻപൊന്നും പറ്റിയിട്ടില്ല. ഏറ്റവും നല്ല പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ അനുമോദിക്കുന്ന സദസ്സ് ഇന്ന് സമൂഹത്തിലാകെ തന്നെ നമ്മുടെ സംഘടന മാത്രമല്ല, എല്ലാ വിഭാഗത്തിലും ആളുകൾ ഓരോ മേഖലയിലും അവരെ അഭിനന്ദിക്കുകയും അതുപോലെ വിളിച്ചു ചേർക്കുകയും ആ ഒരു കാലഘട്ടത്തിന്റെ മാറ്റമാണ്, വലിയ മാറ്റമാണ് അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ളത്. വ്യാപാര മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിൽ കൂടി, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ കൂടി ഇതെല്ലാം കാര്യങ്ങളെല്ലാം നടന്നു പോകുന്ന ഒരു കാലഘട്ടമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു 10-40 വർഷം മുമ്പേയുള്ള നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്കറിയാം, അന്ന് 6-7 മക്കളുള്ള രക്ഷിതാക്കളാണ് ഉണ്ടാകുക. ഇന്ന് നമുക്കെല്ലാം 2 കുട്ടികൾ, മാക്സിമം 3 കുട്ടികൾ, അത്യാവശ്യം ചില ആളുകൾ മാത്രം 3-4 കുട്ടികൾ ഉണ്ടാകുന്ന കാലഘട്ടമായിരുന്നു. നമ്മളൊക്കെ തന്നെ 5-6-7 മക്കളുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളായിരുന്നു നമ്മുടെ രക്ഷിതാക്കൾ. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കില്ല. എല്ലാ കുട്ടികളും പഠിക്കണമെന്ന് പറഞ്ഞ രക്ഷിതാക്കൾക്ക് ഇഷ്ടമല്ല. അന്നത്തെ കാലത്ത് ഒരാളെ പഠിപ്പിക്കും, അത് രക്ഷിതാക്കൾക്ക് താല്പര്യമാണ്. മറ്റ് കുട്ടികളെല്ലാം തന്നെ എന്തെങ്കിലും ജോലി തേടി പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ ജോലി തേടി പോകുമ്പോൾ തന്നെ നമുക്ക് അന്ന് കാണുന്ന ജോലിക്കെല്ലാം വലിയ മഹത്വം ഉണ്ടായിരുന്നു. കർഷക തൊഴിലാളികളായിട്ട് നാടിന്റെ കാർഷിക മേഖലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പ്രവർത്തനത്തിലെ മുൻകൈ പ്രവർത്തനം നടത്തി. അന്നത്തെ കാലഘട്ടത്തിൽ പീഡിക തൊഴിലാളികളായിട്ട് കച്ചവടക്കാർ പോകുന്നു, അല്ല വിദ്യാർത്ഥികൾ പോകുന്നു. ഒരു റിസൾട്ട് വന്നാൽ അതിൽ 10-20 ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ കുട്ടികൾ പിന്നെ ആ രംഗത്തേക്ക് പോകുന്നില്ല. ടൈലർമാരായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നു. അതെല്ലാം രക്ഷിതാക്കൾക്ക് വലിയ പോരായ്മയല്ല, ഇഷ്ടക്കുറവല്ലാതെ താല്പര്യമായിരുന്നു. വീട് തൊഴിലാളികളായിട്ട്, നെയ്ത്തു തൊഴിലാളികളായിട്ട് എൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ടായിരുന്നു. വീട് തൊഴിലാളി വീട് പണിക്ക് പോയിട്ട് 3 ഘട്ടം തിരക്കാനിരുന്ന സമയമുണ്ട്. ആ സമയത്താണ് വീട്ടിൽ അറിയുന്ന അച്ഛൻ അറിയുന്നത് ഇവൻ വീട് കമ്പനിയിലേക്ക് പോകുന്നു, സ്കൂൾ പോകുന്നില്ല. അതാണ് താല്പര്യം. അത് എതിർപ്പല്ലാണ്ടായത്, താല്പര്യമാണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് സുവർണ കാലമാണ്. ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക്, മക്കൾക്ക് പഠിക്കാനുള്ള സുവർണ കാലമാണിത്. ഈ കാലത്താണ് നമ്മൾ കുട്ടികളെല്ലാം അതിന് മുകളിൽ കണ്ടിട്ടില്ല. ഇന്ന് കച്ചവടക്കാരന്, ഒരു കടക്കാരനായിട്ട് കട പൂട്ടുമ്പോഴാണ് അറിയുന്നത് വലിയ ബാധ്യതയുണ്ട് അദ്ദേഹത്തിന്. എല്ലാ ബാങ്കിലും ലോൺ അടക്കാനുണ്ട്. അറിയുമ്പോഴത്തേക്ക് പരമാവധി കടമായിട്ടായിരിക്കും കട പൂട്ടുന്നത്. പൂട്ടുന്ന കടക്കാരനത്തെ കടം കോടി താഴെയാണ് സാധാരണ ചെറുത്ത കച്ചവടത്തിന്റെ കടം. എങ്ങനെയാണ് കടയിലുള്ളത്? ഒരു നിലവാരമില്ലാതെ വകമാറി ചെലവ് ചെയ്ത് വ്യാപാരം നടത്തുന്ന വ്യാപാരികൾ ആ നിലയല്ലേ പോകുന്നു. ഒരു നിലവാരമില്ലാതെ കിട്ടുന്നിടത്തെല്ലാം വാങ്ങും, കിട്ടുന്ന നിലയിലെല്ലാം ചെയ്യും. മറ്റവർ ജീവിക്കുമ്പോൾ ഇവർ ജീവിക്കും. കാറ് വാങ്ങും, മോട്ടോർ സൈക്കിൾ വാങ്ങും, കുട്ടികൾക്ക് വേണ്ടുന്നതിനും ടൂർ പോകും. ഇതിനെല്ലാം ഒരു അവസാനമുണ്ട്. അപ്പോഴേക്കും തിരിച്ചറിയാൻ വേണ്ടി പറ്റാത്ത നിലയിലേക്ക്, ആർക്കും സഹായിക്കാൻ വേണ്ടി പറ്റാത്ത വ്യാപാരി മാറിയിരിക്കുന്നു, കച്ചവടക്കാരൻ മാറിയിരിക്കുന്നു. 10 പൈസ പിന്നെ കടം കിട്ടില്ല. ഒരു കച്ചവടക്കാരൻ താറിപ്പോയാൽ 10 പൈസ കടം കിട്ടില്ല. ഒരു കച്ചവടക്കാരൻ അവന്റെ ആയിട്ടുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വ്യാപാരം നടത്തി സ്വന്തമായിട്ട് തൊഴിൽ നടത്തുന്നു. ഇത് നിലനിർത്താൻ വേണ്ടി പറ്റാത്ത ചില വ്യാപാരികൾ, ചുരുക്കം ചില വ്യാപാരികൾ ഇങ്ങനെയുണ്ട് എല്ലാ ടൗണുകളിലും. ഞാൻ മനസ്സിലാക്കിയത് എന്റെ നാട്ടിൽ തന്നെ 1-2 ആളുകൾ നമ്മളെല്ലാം പ്രതീക്ഷിക്കാതെ താറിപ്പോയി, അടിപേര് പോയി. പിന്നെ 10 കാര്യമില്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധി. അപ്പൊ ഒരു വ്യാപാര സ്ഥാപനം പിടിച്ചു നിർത്തണമെങ്കിൽ വലിയ പ്രതിസന്ധി അതാണ്. നല്ല ജാഗ്രത വേണമെങ്കിൽ, നല്ല ജാഗ്രത വേണം. ജാഗ്രത ഇല്ലെങ്കിൽ കച്ചവട സ്ഥാപനം നിർത്താൻ സാധിക്കില്ല. നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പ്രയാസം അറിയില്ല. നമ്മുടെ കുട്ടികൾക്ക് പ്രയാസം അറിയുന്നില്ല. വീട്ടിലേക്ക് നമ്മൾ അറിയിക്കുന്നില്ല പ്രയാസം. പരമാവധി അതിനു ശേഷം വീട്ടിൽ തന്നെ അറിയുന്നത്. ഇന്നത്തെ ക്യാൻസർ രോഗം പോലെ പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് വരുന്നു. അപ്പോൾ കച്ചവട സ്ഥാപനങ്ങൾ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു നമുക്ക് വ്യക്തിപരമായിട്ട് തന്നെ ധാരണ വേണം. ഇല്ലെങ്കിൽ വ്യാപാര സ്ഥാപനം നിലനിൽക്കില്ല. എല്ലാ സ്ഥലത്തും കടം കിട്ടും, അടക്കാൻ വേണ്ടി പറ്റാത്തതിലേക്ക് വരും, പിന്നീട് എവിടുന്നും കിട്ടാത്ത അവസ്ഥ വരും, ജപ്തി ചെയ്യും, എല്ലാം പോകും. നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമാണ്. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട സ്നേഹവും അവർക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി പറ്റാത്തൊരു കാലഘട്ടം. അങ്ങനെയൊക്കെ തന്നെ മാറി തീരുന്നതിന് നമ്മൾ നല്ല ജാഗ്രത വേണം. നമ്മുടെ മക്കളെ പൊന്നുപോലെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. അവർക്ക് വിദ്യാഭ്യാസവും ഭക്ഷണവും കൊടുത്ത് അവർ വളർത്തിയാൽ നമുക്കറിയാം.
കുറേയധികം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അവരുടെ സമൂഹത്തിൽ കുറേ ആളുകളുണ്ട്. അവർക്ക് എവിടെ ലേബറൊന്നുമില്ല. അവർ ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു. അതുപോലെ ജീവകാരുണ്യ രംഗത്ത് ഏറ്റവും സജീവമായിട്ട് ഇടപെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് വ്യാപാരി വ്യവസായ സമിതിയും ആ സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള സംഘടനയാണ് വ്യാപാരി വ്യവസായ സമിതി എന്ന സംഘടന. നമ്മുടെ ഘട്ടത്തിലൊക്കെ എന്തൊക്കെയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വ്യാപാര മിത്ര പോലുള്ള പദ്ധതികൾ നമ്മൾ എന്തൊക്കെയാണ് വ്യാപാരികളെ സഹായിക്കാൻ കഴിഞ്ഞ കോവിഡിന് ശേഷം വ്യാപാരികളെ എങ്ങനെ സഹായിക്കാമെന്നതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയായിട്ടുള്ള പദ്ധതിയാണ് വ്യാപാരി മിത്ര. വിഷയങ്ങൾ വേറെ ഒന്നുമില്ലാതെ അതിലേക്ക് വരുന്നത്. കാരണം പല വ്യാപാരികളും മറുപക്ഷത്തിൽ നമ്മുടെ സംഘടനകളുടെ അകത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംഘടന മാത്രമാണ് വ്യാപാരി മിത്ര പദ്ധതി വരുന്നതിന് മുമ്പേ ഇവിടെ വലിയ സംഘടന നിലനിൽക്കുന്നുണ്ട്. 81-ലുണ്ടായ സംഘടന. ആ സംഘടനക്കകത്ത് കോടിക്കണക്കിന് ഉറുപ്പിയുണ്ടായിരുന്നു. ഒരു ഉറുപ്പിക പോലും അവർ ചെയ്തിട്ടില്ല. നമ്മുടെ സംഘടന വന്നു 3 ലക്ഷം കൊടുക്കും, 1 ലക്ഷം കൊടുക്കുമെന്ന് പറയുമ്പോഴേക്ക് ഞങ്ങൾ 10 ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ കൊടുക്കുന്നതിന് മാത്രം മറ്റവർ കൊടുക്കുന്നത് മാത്രം കൊടുക്കാമെന്ന് തയ്യാറുള്ള സംഘടന മാറിയത്. അപ്പൊ നമ്മുടെ സമൂഹത്തിന് മാത്രമേ നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മുടെ പദ്ധതി സമൂഹം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. ആ ചിന്തയും ആ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടന വ്യാപാരി വ്യവസായം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം നമുക്ക് അവരെ സഹായിക്കാൻ വേണ്ടി പറ്റണം. നമ്മുടെ രക്ഷിതാക്കൾക്ക് അവർ സഹായമായി മാറണം. ഭാവി സമൂഹത്തിന്റെ നാളത്തെ വാഗ്ദാനങ്ങളാണ്. അവരെ ഈ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഈ സമൂഹത്തിന്റെ നാളത്തെ പ്രവർത്തനത്തിൽ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളും എല്ലാവരും ഇന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത കാലഘട്ടമായി മാറി. ചിരിക്കാൻ സാധിക്കുന്നില്ല കുട്ടികൾക്കൊന്നും പരസ്പരം. എന്തുകൊണ്ടാണ്? പ്രായമുള്ള ആളുകളെ കാണുമ്പോൾ അവരെ ഒന്നും പരിചയപ്പെടാൻ പറ്റുന്നില്ല. മൊബൈലിന്റെ വലിയ ഇടപെടലാണ്. ഞാനടക്കുന്ന ആളുകൾ എല്ലാം മൊബൈലിന് അഡിക്റ്റാണ്. ഇത് കുറേയധികം ഗുണങ്ങൾ വലിയ ദോഷം ചെയ്യുന്നു. നമ്മൾ സമൂഹത്തിനടക്കം അത് വലിയ ബാധിക്കുന്നു. കുട്ടികൾ നല്ല മാതൃകാ വിദ്യാർത്ഥികളായിട്ട് മാറാൻ വേണ്ടി സാധിക്കണം. സമൂഹത്തിന് ഒരു മാതൃകയാവണം. നാളത്തേക്ക് നമുക്ക് വന്നാൽ ഡോക്ടറായി, എഞ്ചിനീയർമാരായി വന്നാൽ, അധ്യാപകരായി വന്നാൽ നമ്മുടെ സമൂഹത്തെയും നമ്മുടെ പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന മക്കളായിട്ട് നമ്മുടെ മക്കൾ വരണം. അതാണ് നമ്മുടെ എല്ലാ സന്തോഷം. നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് വലിയ സഹായമാകണം. ഇന്നിപ്പോ പ്രായമുള്ള ആളുകളെല്ലാം കൊണ്ടുവിടുന്ന സ്ഥലമറിയാലോ. ആ നിലയിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നത്. എന്ത് വില കൊടുത്തും നമ്മൾ അവരെ സംരക്ഷിക്കാനും അവർ ഏതേത് കടുപ്പിലായാലും നമ്മളെ മടിയിലെടുത്തി അവരെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റണം. അങ്ങനെയുള്ള മാതൃകാപരമായ പ്രവർത്തനം നടത്തണം. നമ്മൾ വീട്ടിൽ നിന്ന് നടത്തണം. എന്റെ അച്ഛനും അമ്മയും അനിയനും എല്ലാം ഒരു കൊല്ലം 3 ആളുകൾ മരണപ്പെട്ട അവസ്ഥ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അമ്മയൊക്കെ തന്നെ നമ്മള് എന്റെ ഏച്ചിയും ഞാനൊക്കെ തന്നെ 2 മണി വരെ എല്ലാം ഒന്ന് മാനസികമായിട്ട് വലിയ പ്രയാസം ആ സമയത്തുണ്ടായിട്ടുണ്ട്. അവർക്ക് ബ്രെയിൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് 2 മണി വരെ 3 മണി വരെ മാറി മാറി ഉറക്കോയ്ക്ക് സംരക്ഷിക്കുന്ന അത് അമ്മ ഞങ്ങൾ വിട്ടിരിക്കും പോയപ്പോഴും ഞങ്ങൾക്കൊരു അഭിമാനവും സമാധാനവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. നമ്മുടെ മനസ്സിന് നമുക്ക് എപ്പോഴും ആ സമാധാനമുണ്ട്. ഇന്ന് ആരോഗ്യപ്പോഴും 10 വർഷം മുമ്പ് ഉണ്ടായ സംഭവമായാലും നമുക്ക് മനസ്സിന് ധൈര്യം അത് തരുന്നുണ്ട്. ഒരു കുറ്റബോധമില്ല. രക്ഷിതാക്കളെ നിങ്ങൾ ഇന്ന് സ്നേഹിക്കും പോലെ, നിങ്ങൾ രക്ഷിതാക്കളെ സ്നേഹിക്കും പോലെ നിങ്ങളുടെ വസ്ത്രങ്ങളും നിങ്ങളുടെ ഭക്ഷണങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞ് പണിയെടുത്ത് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ആ നിലപാടിൽ നിങ്ങളോടൊപ്പം നിങ്ങൾ ആ നിലയിൽ അവർക്ക് തിരിച്ചു കൊടുക്കാൻ ഈ സമൂഹത്തിനോട് നമ്മൾ സാധിക്കണം. ഈ സമൂഹം നിങ്ങളെ ഉറ്റുനോക്കുന്നു എന്നവർ മറക്കരുത്. ഈ സമൂഹത്തിന്റെ വലിയ വാഗ്ദാനമായി നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. നമ്മളെ കച്ചവടക്കാരായിട്ട് അച്ഛനും അമ്മയും ഒക്കെ തന്നെ രാവിലെ പുറപ്പെട്ട് കടയിൽ പോയി വൈകുന്നേരം വരുമ്പോഴേക്ക് 100-500 രൂപ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് സ്കൂൾ കുട്ടികൾക്ക് ടൂർ പോയിട്ട് വരും, അല്ലെങ്കിൽ ഫീസ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഭക്ഷണത്തിന് പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് കക്ഷിച്ചാണ് നമ്മൾ കൊടുത്തൊപ്പിക്കുന്നത്. അവരുടെ വേദന മനസ്സിലാക്കാൻ നമുക്ക് അത് ഹൃദയത്തിൽ തട്ടി നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഈ നാട്ടിന്റെ വലിയ വാഗ്ദാനങ്ങളായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പരിപാടി ഒരുപാട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ജില്ലയുടെ വൈദ്യുതിൻ്റെ കണ്ണൂർ ജില്ലയിൽ ടീച്ചേഴ്സിൻ്റെ പരീക്ഷയിൽ 5ാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീ
സ്വീകരിയിൽ ആദരിച്ചിരിക്കുകയാണ് നമ്മുടെ കൊല്ലം ജില്ലയുടെ വൈസ് പ്രസിഡന്റ് സഹോദരൻ. വേദിയിലിരിക്കുന്ന വ്യാപാരി വ്യവസായ സമിതിയുടെ ജില്ലാ ഏരിയ നേതാക്കന്മാരും നമ്മുടെ സംഘടനയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടി പങ്കെടുക്കുന്ന വ്യാപാരി വ്യവസായ സമിതിയുടെ മെമ്പർമാര്, അതുപോലെ വിദ്യാർത്ഥികൾ, ഏതായാലും പേരാവൂർ യൂണിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് എല്ലാ വർഷവും ഈ രീതിയിൽ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പരിപാടി നടത്താറുണ്ട്. അത് ഈ വർഷവും നടക്കുക. ഈ വർഷം നടക്കുന്നേരം നമുക്ക് ഏറെ സന്തോഷിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മുടെ സംഘടന കണ്ണൂർ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ മാതിരിയല്ല, ഈ വർഷം നമ്മുടെ ഈ പരിപാടി നടത്തുന്ന സമയത്ത് ഏകദേശം 5 കോടി രൂപയോളം കണ്ണൂർ ജില്ലയിലെ വ്യാപാരികൾക്ക് മരണാനന്തര ആനുകൂല്യവും ചികിത്സാ സൗകര്യവും വിദ്യാഭ്യാസ സൗകര്യം അടക്കം ചെയ്തുകൊണ്ട് ഒരു പടി കൂടി മുന്നോട്ട് നമ്മൾ പോയിട്ടില്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ ആദ്യം 3 ലക്ഷം കൊടുത്തു, 60 വയസ്സ് കഴിഞ്ഞ ആൾക്ക് 1 ലക്ഷം കൊടുത്തു. അതിനുശേഷം രണ്ടാമത്തെ കൊല്ലം ഞങ്ങൾ 3 ലക്ഷം 4 ലക്ഷം ആക്കി. ഈ കഴിഞ്ഞ വർഷം അത് 5 ലക്ഷമാക്കി. ഇനി വരുന്ന വർഷം അത് വീണ്ടും വർദ്ധിക്കും. എല്ലാം വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ വ്യാപാരികളെ ഇതിനോട് സഹായിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ അനക്കുണ്ടിയുടെ ഭാരവാഹികളോട് പറയുന്നത്, നമ്മളെ മെമ്പർഷിപ്പിനനുസരിച്ച് അതിൻ്റെ വ്യാപാരി നിശ്ചയിൽ മെമ്പർമാരില്ല. നിങ്ങളിപ്പം വളരെ കൃത്യമായിട്ട് നമ്മുടെ സംഘടനയിലെ കഴിവിൻ്റെ പരമാവധി അടവ് തരുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 3-ാം തീയതി ഇന്നേരം പരിശോധിച്ചാലും പേരാവൂർ ഏരിയ കമ്മിറ്റിയുടെ ഇതിൻ്റെ അടവ് കൃത്യമായിട്ട് വളരെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചത് ഈ ആളെ വെച്ചുകൊണ്ട് നമുക്ക് ഇനി ഒരു 6 ലക്ഷം ആക്കണ്ടിക്കൽ കുറച്ച് പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഈ 1-2 മാസം നമ്മുടെ പരമാവധി വ്യാപാരി വ്യവസായ സമിതിയുടെ മെമ്പർമാരായ മുഴുവൻ ആളുകളെയും നമ്മൾ ഈ പദ്ധതി ചേർത്തുകൊണ്ട് അതിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വരുന്ന വർഷം 6 ലക്ഷമോ 7 ലക്ഷമോ കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ നമ്മുടെ യൂണിറ്റിലെ മുഴുവൻ ആളുകളും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് ആദ്യമായി പറയുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ വിജയമാണ്. 37 വർഷം മുമ്പേ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ മുതൽ ഇന്ന് വരെ എല്ലാ പരിപാടികളും പങ്കെടുക്കുകയും ഈ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റിലായിട്ടും ഇപ്പോൾ ഈ 81-ാമത്തെ വയസ്സിനും ഓടിച്ചാടി പണിയെടുക്കുന്നു. ഇന്നലെയും യോഗം ഉണ്ടായിരുന്നു. ഇന്നത്തെ യോഗം തലശ്ശേരി പച്ചക്കറി മാർക്കറ്റിലാണ്. അവിടെ ഏകോപന സമിതി ഞങ്ങളുണ്ട്. അപ്പോൾ അവിടെ മുനിസിപ്പാലിറ്റിയിൽ ഒരു നോട്ടീസ് കൊടുത്തിരിക്കുന്നത് എല്ലാ വ്യാപാരികളും 5000 രൂപ വാടക കൊടുക്കണം. കഴിഞ്ഞ മാസം 1000 രൂപ വാടക കൊടുക്കുന്ന വ്യാപാരിയുണ്ട്. ഞങ്ങൾക്കറിയാം തലശ്ശേരി എത്തിക്കഴിഞ്ഞാൽ പച്ചക്കറി മാർക്കറ്റ് പ്രത്യേകമായിട്ട് തലശ്ശേരി ബസ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. അത് വാസ്തവത്തിൽ റെയിൽവേയുടെ സ്ഥലം. അത് റെയിൽവേയിൽ നിന്ന് പാട്ടത്തിൽ വാങ്ങിയതാണ് മുനിസിപ്പൽ. അത് അവിടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അവിടെ 2000 വാടക ആളുണ്ട്, 3000 ആളുണ്ട്. എല്ലാവരും 5000 കൊടുക്കണമെന്ന് പറഞ്ഞാലും ഇന്നലെ നമ്മൾ ഗവൺമെന്റിനായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞേ, ഇതിലെല്ലാം നിയമവും വകുപ്പുകളുണ്ട്. നിങ്ങൾക്ക് തോന്നിയമാതിരി വാടക വർദ്ധിപ്പിക്കേണ്ടത് ഒന്നും സാധ്യമല്ല. കാരണം റെന്റ് കൺട്രോൾ നിയമം നടപ്പിലാക്കിയ മുനിസിപ്പാലിറ്റിയാണ്. ഞാൻ ചോദിച്ചാൽ ആ റെന്റ് കൺട്രോൾ നിയമത്തിൽ എവിടെയാണ് ഇങ്ങനെ വാടക വർദ്ധിപ്പിക്കാൻ പാടുണ്ട് എന്ന്
ഒന്നിങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ? അപ്പൊ അതില് തിരിച്ചുകൊണ്ട് പറഞ്ഞ് മുനിസിപ്പാലിറ്റിക്ക് വല്ലാതെ പ്രയാസമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് ഞങ്ങളെ വ്യാപാരികൾക്കും വല്ലാതെ പ്രയാസം, നിങ്ങളെ മുനിസിപ്പാലിറ്റിക്ക് മാത്രമല്ല വ്യാപാരികൾക്കും വല്ലാതെ പ്രയാസമാണ്. വ്യാപാരികൾ ഇങ്ങനെ നടക്കുന്നെന്ന് നോക്കണ്ട, ലക്ഷക്കണക്കിന് റുപ്യ ഭാര്യയുടെ സ്വർണ്ണ അടക്കം പണയം വെച്ചിട്ടാണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നത്. ഇതൊന്നും ഇവർക്ക് അറിയില്ലാതെ. ഇവർക്ക് ഞങ്ങൾ എടുക്കുന്ന ലൈസൻസ് ഫീസ് ഇതെല്ലാം കൊണ്ട് മാസം 1-ാം തീയതി കൃത്യമായി പൈസ കിട്ടും, ശമ്പളം കിട്ടും. നമ്മുടെ പ്രയാസമാണ് ആയെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിയമപരമായിട്ട് ഒരു കാരണവശാലും ഇത് അഭ്യർത്ഥിക്കാൻ സാധ്യത. ഞങ്ങള് പറയുന്നില്ല, ഏത് മുനിസിപ്പാലിറ്റി ആര് ഭരിക്കുന്നു എന്ന് നോക്കാതെ വ്യാപാരികൾക്കെതിരായി ഏതെങ്കിലും ഭരണാധികാരികൾ വന്നാൽ അതിനെ ന്യായമാണെങ്കിൽ ന്യായമല്ലെങ്കിൽ അതിശക്തമായി നേടും. അപ്പൊ ഇവിടെ ജനം തന്നെ ഏതായാലും നിങ്ങൾ ആലോചിക്കട്ടെ. ഇവിടെ ഒരു 30 ഉണ്ടാക്കി തന്നെ ബാങ്കിലാണ് ഞാൻ ആ ഉദ്ഘാടനം ചെയ്ത് സംഘടനയാണ് പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം റെന്റ് കൺട്രോൾ നിയമം നടപ്പിലാക്കാതെ പഞ്ചായത്തുകൾക്കെതിരെ വളരെ ശക്തമായിട്ട് നാടുകളടക്കം വേലാതടക്കം എല്ലാ പഞ്ചായത്തുകൾക്കെതിരായിട്ട് അതിശക്തമായി സമരം ചെയ്തതിന്റെ ഫലമായി റെന്റ് കൺട്രോൾ നിയമം നടപ്പിലാക്കി. ഇപ്പൊ അത് ദുർബലപ്പെട്ടിരിക്കുക. ഇപ്പൊ ഞങ്ങൾ ഗവൺമെന്റിനോട് പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ അപകടം പിടിച്ച പ്രശ്നമാണ്. ഇപ്പൊ ജനങ്ങൾക്ക് തോന്നിയമായി വാടക വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നിയമം ദുർബലപ്പെട്ടിരിക്കുക. ഞങ്ങള് കഴിഞ്ഞ സമ്മേളനത്തിലും ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതാണ് റെന്റ് കൺട്രോൾ നിയമം അടിയന്തരമായി നടപ്പിലാക്കണം. വാടക നിയന്ത്രണ നിയമം കുടിയാന് വാടക വർദ്ധിച്ചാൽ പണ്ടുകാലങ്ങളെല്ലാം കോടതിയിൽ പോയാൽ വാടക കുറച്ച് കോടതിയിൽ കൊടുക്കുന്ന നിയമം ഉണ്ടായിരുന്നു. ആ നിയമം ഇന്നില്ല. തോന്നിയമായി വാടക വർദ്ധിപ്പിക്കാൻ ഒഴിപ്പിക്കാൻ അതിനെതിരായി വളരെ ശക്തമായിട്ട് നമ്മുടെ സംഘടന ശക്തിയായി മുന്നോട്ട് പോയി. മാധ്യമപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നാസർ പുതിയെടുക്കുന്ന അനുമോദനമാണ്. കാരണം നാസർ വലിയെടുത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പൈസ നാസർ എന്നൊക്കെ പറയണം, എന്നാലും മനസ്സിലാവും. അദ്ദേഹം വേലാവിലെ 25 വർഷമായി മാധ്യമരംഗത്ത് തുടങ്ങിയിരിക്കുകയാണ്. വേലാവിലെ വിഷയങ്ങളിലും ഇടപെട്ട് നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന നാസത്തെ അനുമോദിക്കുന്നതിന് വേണ്ടി നാസത്തിന്റെ മകളാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നാസർക്ക് സൗമില്ലാതുകൊണ്ട് വരാൻ പറ്റിയില്ല. ആ മകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് ഈ അതിന് വേണ്ടി ഏറ്റവും സാധാരണ ക്ഷണിക്കുക. മകൾ ആദരവേറ്റുകയാണ്. എല്ലാവരും ഒന്ന് കയ്യടിച്ചോട്ടാം. കരസ്ഥമാക്കിയ താരിഖിനെ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. കുഴപ്പമില്ല. ജില്ലാ പരിഷത്ത് സമരഘട്ടം ആദരിക്കുകയാണ്. താരിഖിനെ ആദരിക്കുകയാണ്. സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.
ആദരിക്കുകയാണ്. സ്മൃതി കൃഷ്ണ ജില്ലാ വൈസ് പ്രസിഡന്റ് സഹദേവേട്ടൻ ആദരിക്കുകയാണ്. ശ്രീഷ്ണവ് നമ്മുടെ സുരേഷ് ചേട്ടന്റെ മകനാണ്. ഏരിയ പ്രസിഡന്റ് അഷ്റഫ് ചെവിടിക്കുന്നവരെ ആദരിക്കുന്നു. അർജുൻ ദിവ്യ നമ്മുടെ മെമ്പറായ ദിവ്യയുടെ പ്രശാന്തയുടെയും മകനാണ്. അർജുനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഏരിയ സെക്രട്ടറി അനിൽകുമാർ അവരെ ആദരിക്കുന്നു. അഭിനവ് എന്നെ നാമത്തെ അനൂപിന്റെ മകനാണ്. അവരെയും ആദരിക്കുന്നു. നമ്മുടെ ജില്ലാ BPOSന്റെ സെക്രട്ടറി ആദരിച്ചിരിക്കുന്നു. നമ്മുടെ സുധീഷ് കോട്ടായിയുടെ മകനാണ്. നമ്മുടെ വനിതാ വിങ്ങിന്റെ സെക്രട്ടറി റീജ ആദരിക്കുന്നു. സവിത ടി എം നമ്മുടെ യൂണിറ്റ് ട്രഷററായ മുരളീധരൻ അവരെ ആദരിക്കുന്നു. ആദ്യമോൾ യൂണിറ്റ് പ്രസിഡന്റ് ഷബീൻ നന്ദ്യത്ത് ആദരിക്കുന്നു. ആര്യനന്ദക്കെ ജയന്റെ മകളാണ്. നമ്മുടെ ഏരിയ ട്രഷറായ ദിനേശ് ബാബു അവർ ആദരിക്കുന്നു. പാർവതി രാജ് +2 കുട്ടികളാണ്. പാർവതി രാജ് നമ്മുടെ ജോയിന്റ് സെക്രട്ടറിയായി ചാർജ് എടുത്ത രാജു കുര്യാക്കോസിനെ ക്ഷണിക്കുന്നു. +2 പാർവതി രാജുവിനെ ജോയിന്റ് സെക്രട്ടറിയായ രാജു കുര്യാക്കോസ് ആദരിക്കുന്നു. സാന്ത്വന പ്രദീപിനെ ആദരിക്കുന്നത് ജോയിന്റ് സെക്രട്ടറിയായ ബർക്ക നാസർക്കിയാണ്. സാന്ത്വന പ്രദീപ് +2. അളകനന്ദ സാന്ദ്രായൻ നമ്മുടെ ആരാധനായ സ്ഥാപന നേതാവ് കൂടെയായ പവിത്രേട്ടനാണ് ഉപകാരം സമർപ്പിക്കുന്നത്. അളകനന്ദ അവരുടെ അച്ഛനാണ്, അളകനന്ദയുടെ അച്ഛനാണ് ഏറ്റുവാങ്ങുന്നത്. ആദരിക്കുന്നു. നിവേദ് CP
നിവേദ് CP അദ്ദേഹം ഇവിടെ ഇല്ല, എത്തിയിട്ടില്ലതാണെന്ന് മുഹമ്മദ് റസീൽ നമ്മളെ യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റായ അബ്ദുൾ റഷീദിന്റെ മകനാണ്. അബ്ദുൾ റഷീദ് തന്നെ ആ ഉപഹാരം കൊടുക്കുകയാണ്. മുഹമ്മദ് റസീലിനെ ആദരിക്കുന്നത് ഉപ്പയായ അബ്ദുൾ റഷീദ്. അനുശ്രീ തോട്ടുകര, അനുശ്രീ ഇവിടെ ഇല്ല, എന്തൊരു പരീക്ഷാർത്ഥം പുറത്ത് കുറച്ച് ദൂരം പോയിട്ടാണത്. അവരുടെ അമ്മയാണ് ആദരവ് ഏറ്റുവാങ്ങുന്നത്. പ്രവർത്തക സെക്രട്ടറിയും എല്ലായി സ്ഥാനം വഹിച്ച പ്രകാശൻ വാചാലി അവർ ആദരിക്കുന്നു. ഡിഗ്രി കോഴ്സുകൾ വിജയിച്ച കുട്ടികളാണ് അടുത്തായി. അനുശ്രീക്ക് നമ്മുടെ മെമ്പറായ ജയന്റെ തന്നെ മകളാണ്. ഒരാൾ SSC, ഒരാൾ ഡിഗ്രി. നമ്മുടെ വർഗീസേട്ടനാണ്, എക്സിക്യൂട്ടീവ് അംഗമാണ് വർഗീസേട്ടൻ. വർഗീസേട്ടൻ അവരെ ആദരിക്കുന്നു, അനുശ്രീയെ ആദരിക്കുന്നു. ഫാത്തിമ സിഫാന നമ്മുടെ മെമ്പറായ സെക്രട്ടറിയുടെ മകൾ തന്നെയാണ്. ഒരാള് SSC, ഒരാൾ ഡിഗ്രി. ആദരിക്കുന്നതിന് നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗമായ സുരേഷ് ഏട്ടൻ അവരെ ആദരിക്കുന്നു. ഫാത്തിമ സിഫാനിയെ ആദരിക്കുന്നു. വിശാൽ രാജീവ്, വിശാൽ രാജീവ്, വിശാൽ രാജീവ് ആദരിക്കുന്നു. റോമാരാജ, അനിതേച്ചി ആദരിക്കുന്നു. നമ്മുടെ ജോയിന്റ് സെക്രട്ടറിയായ രാജു കുര്യാക്കോസിന്റെ മകളാണ്. പൂജ രവീന്ദ്രൻ, പൂജ പവിത്രൻ, പൂജ പവിത്രൻ കലശം കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ലിജിയുടെ മകളാണ് പൂജ പവിത്രൻ. നമ്മുടെ ജില്ലയുടെ വൈസ് പ്രസിഡന്റായ സഹദേവേട്ടൻ ആദരിക്കുന്നു. അഭിഷേക് റോയി ഇവിടെ എത്തിയിട്ടില്ല, അവരെവിടെയോ കുറച്ച് ദൂരെ പോയതാണ്, എത്താൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അഭിഷേക് റോയി ഒന്ന് സ്റ്റേജിലേക്ക് വരണം. അവരിന്നാണ് അറിയിച്ചത്. ഈ സമയത്ത് ഇവിടെ വന്ന സമയത്താണ് ഇങ്ങനെ ഒരു റിസൾട്ട്. അതിൽ അഗാധമായ ദുഃഖം അറിയിക്കുകയാണ്. ഇന്ന് ഈ സമയത്ത് ഇവിടെ വന്ന ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായി പോയി. ഇന്ന് രാവിലെ 8 മണിക്ക് പറഞ്ഞ് ആ സമയത്ത് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവർക്കൊരു ക്യാഷ് അവാർഡ് ഉപഹാരം കൈമാറിയിരിക്കുകയാണ്. അടുത്തതിലേക്ക് ശക്തി പകരാൻ വേണ്ടി നമ്മുടെ ഒഴിവുകൾ നികത്തിയ ജോയിന്റ് സെക്രട്ടറി, 2 ഒരു വൈസ് പ്രസിഡന്റ്, ഇവരെ ആദരിക്കലാണ് അടുത്തായി നടക്കുന്ന ചടങ്ങ്. അബ്ദുൾ റഷീദ്, രാജു കുര്യാക്കോസ്, ബറക്ക നാസർക്ക, ഇവർ 3 സ്റ്റേജിലേക്ക് വരിക. ബേക്കറി ആൻഡ് കൂൾ ബാർ നടത്തുന്ന നമ്മുടെ ഇപ്പോൾ ജോയിന്റ് സെക്രട്ടറിയായി ചാർജ് എടുത്തിരിക്കുന്ന വൈസ് പ്രസിഡന്റായി ചാർജ് എടുത്ത അമ്പിളിയെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് P. വിജയേട്ടൻ ആദരിച്ചിരിക്കുകയാണ്. അടുത്തതായി നാസർ ബർക്കയെ ആദരിക്കുന്നത് നമ്മുടെ ജില്ലയുടെ വൈസ് പ്രസിഡന്റായ സഹദേവൻ അവറുകളാണ്. അദ്ദേഹം ആദരവ് ഏറ്റുവാങ്ങുകയാണ്. ജോയിന്റ് സെക്രട്ടറിയായി പുതുതായി ചാർജെടുത്ത ABC ഫൈനാൻസിന്റെ ഉടമയായ രാജു കുര്യാക്കോസിനെ നമ്മുടെ ജില്ലയുടെ വൈസ് പ്രസിഡന്റായ സഹദേവേട്ടൻ ആരാധന ചെയ്യുന്നു, ആദരിക്കുന്നു. അടുത്തായി ആശംസാ പ്രസംഗമാണ്.
ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനിവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യനായ കണ്ണൂർ ജില്ലയുടെ അധ്യക്ഷൻ, കണ്ണൂർ ജില്ല കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പി വിജയേട്ടൻ, തുടക്കം മുതൽ നമ്മോടൊപ്പം ഉള്ള സ്ഥാപക നേതാവും പേരാവൂരിൽ എന്ത് പരിപാടി വന്നു കഴിഞ്ഞാൽ നേരത്തെ തന്നെ നമ്മോടൊപ്പം വന്ന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്ന സാദേവേട്ടൻ, ഇന്നത്തെ ഈ യോഗത്തിൽ സ്വാഗതം പറഞ്ഞിട്ടുള്ള ബഹുമാനായ നമ്മുടെ പേരാവൂർ യൂണിറ്റിന്റെ സെക്രട്ടറി ഷൈജിത് കോട്ടായി, ഈ പരിപാടിയുടെ അധ്യക്ഷം അലങ്കരിക്കുന്ന പേരാവൂരിലെ യൂണിറ്റ് സെക്രട്ടറി യൂണിറ്റ് പ്രസിഡന്റ് ഷബീർ നന്ദേത്,